ഹായ് മുത്തുമണീസ്, വെൽക്കം ടു എലോക്രക്കാരൻ ബ്ലോഗ്സ്. അപ്പോൾ നമ്മളിപ്പം നിലവിലുള്ളത് ബാവലി, അതായത് വയനാട് ബാവലി ഫോറസ്റ്റിൻ്റെ ഇതിലാണ്, ചെക്ക് പോസ്റ്റിലാണ്. അപ്പോൾ നമുക്കിന്ന് ലോഡ് മരം ഈർന്ന പീസാണ്. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കാഴ്ചകൾ കാണിക്കാം. അവിടെ ഒരു സ്കൂളുണ്ട്, ചെറിയൊരു സ്കൂളാണ്, LP സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ ഇന്ന് കൊടിയുയർത്ത ചടങ്ങൊക്കെ നടക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പോകാം. ഇതൊരു ആദിവാസി സ്കൂളാണ് കേട്ടോ, ആദിവാസികളാണ്. ഇവിടെ നിന്നിട്ടുള്ള ആദിവാസികളുടെ വീടുകളാണ്. അവരുടെ കുട്ടികൾ കർണാടകയാണ്. ഇതിനിപ്പുറത്ത് ഇങ്ങോട്ട് കർണാടകയാണ്. അവിടെ ഇരിക്കുന്ന ഓട്ടോറിക്ഷയുടെ ബാക്കിലുള്ള ബാരിക്കേഡ് ഇങ്ങോട്ട് കർണാടകയാണ്. അപ്പം ഞാനിപ്പോൾ നിലവിൽ കർണാടകയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ കേരളം. അവിടെ ഒരു പാലമുണ്ട്, ആ പാലം കഴിഞ്ഞാൽ കേരളം, അപ്പുറം കർണാടക. ഫോറസ്റ്റാണ്, ആദിവാസികളുടെ ഏരിയയാണ്. അല്ല, കൊടിയൊക്കെ പിടിച്ച് കുട്ടികൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്. കൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചയിൽ പുറകെ കാണാം. ആണ് സ്കൂള്. അപ്പം ചെറിയൊരു മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറുടെ ഒക്കെ ഫോട്ടോ വെച്ച്, അംബേദ്കറാന്ന് തോന്നുന്നു, അല്ല അവരുടെ ഇതിലുള്ള ഒരാളുടെ ഫോട്ടോ വെച്ച് കുട്ടികളൊക്കെ നിരന്ന് നിൽക്കുകയാണ്. എല്ലാവരും പരേഡനായിട്ട് കൂടിയൊക്കെ ഫ്ലാഗൊക്കെ ചെയ്ത് ഫ്ലാഗൊക്കെ വേണ്ടി നിൽക്കുകയാണ്. ഇതാ ചെറിയ സ്കൂൾ ടീച്ചർമാരൊക്കെ സുന്ദരിയായിട്ട്, സാറ് എല്ലാവരും നല്ല ഇതായിട്ട് കൊച്ചു കുട്ടികളാണല്ലോ. അതൊക്കെ ഇത്രയും കുട്ടികളുള്ളൂ ഈ സ്കൂളിൽ. ഇതാണ് സ്കൂള്. നമ്മൾ കേരളത്തിൽ അംഗനവാടി സെറ്റപ്പാണ്. അതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇനി അവരെല്ലാം അതിൻ്റെ ഒരുക്കങ്ങളിലാണ്, ഫ്ലാഗ് ഓഫിനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. കാമരാജ ഫോട്ടോ ആണ് തോന്നിട്ടിരിക്കുന്നത്. നോക്കാം, ചോദിക്കാം, അവസാനം ചോദിക്കാം. അങ്ങോട്ട് പോയി തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഒരു പ്രയർ ജനഗണമന വരും. കർണാടകയിലുള്ളൊരിതാണ് നടക്കുന്നത്. പരേഡിലാണ് അവരത്. അടുത്തായിട്ട് വന്ദേമാതരം ജില്ലയാണ് അവർ. ഓരോന്നോരോന്നൊക്കെയാണ്, പക്ഷെ കന്നഡ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് എന്താ പറയുക മനസ്സിലാകുന്നത്.
ഒരു ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് നോക്കാം. ഫ്ലാഗ് ഓഫിന് ടൈമായിട്ടുണ്ട്. സല്യൂട്ട് കൊടുത്ത് ഓരോ സ്ഥലത്തുള്ള ഓരോ ചടങ്ങുകളാണ് ഇതൊക്കെ. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാവരും സല്യൂട്ട് അടിച്ചിരിക്കുകയാണ്. നമുക്ക് സല്യൂട്ട് അടിച്ചിരിക്കാം. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പാടില്ല. അവരെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു. പ്രതിജ്ഞയാണ് അവരെന്തൊക്കെയോ. ആരൊക്കെ നോക്കുന്നു, വീഡിയോ എടുക്കുന്നു. പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് അവസാനത്ത് പറയുമെന്നറിയില്ല, നോക്കാം. വെച്ച് വയ്ക്കുന്ന ഫോട്ടോ, അവിടുത്തെ ഫോട്ടോകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറുടേതും ഡോക്ടർ അംബേദ്കറും മഹാത്മാഗാന്ധിയുടെയും സാക്ഷീകരിക്കാനായിട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും ആ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങ അടയ്ക്കുന്നു. സാറ് തേങ്ങ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. കുട്ടികൾക്ക് മിഠായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്ലാഗ് കൊടുത്ത് തേങ്ങ അടയ്ക്കുകയാണ്. ഇനിയാണ് തോന്നുന്നത് പൂജ. പൂജയുണ്ട്. ടീച്ചർമാരാണ് എല്ലാം ചെയ്യുന്നത്. എന്തൊക്കെയോ ചടങ്ങുകളുണ്ട്. ഇതിലേക്ക് പോകാൻ പറ്റുമോയെന്നറിയില്ല. നോക്കാം. ഫ്രണ്ടിന് സൈഡിൽ നിന്ന് കാണാം. നമ്മൾ ആർട്ടിഒ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പാസ്സാകേണ്ടതാണ്. അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. വേറെ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ടില്ല. 9 മണി കഴിയും അതുപോലെ തന്നെ. പിന്നെ അതിനുശേഷം ഇവിടെ പാസ്സായി പോകാൻ പറ്റും. കുറച്ച് നാട്ടുകാരും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ അതായത് തിരിഞ്ഞ് നോക്കാറില്ല. തിരിഞ്ഞ് നോക്കിയിട്ടില്ല. കുറച്ച് ആൾക്കാർ പാരൻസ് അതൊക്കെ ആയിട്ട് ചെറിയൊരു വളരെ ചെറിയ നല്ല രീതിയിലുള്ള ചെറിയൊരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷമാണ് നടക്കുന്നത്. പക്ഷേ ചെറുതാണെങ്കിലും നല്ലൊരു രസമുണ്ടായിട്ട് പൂജയും വലിയ കാര്യങ്ങൾ നടക്കും. തേങ്ങയും പഴവും കർപ്പൂരവും ഒക്കെ വെച്ച് നമുക്ക് നടക്കുന്ന സാധനം ടീച്ചറിനൊക്കെ അടച്ചു തരുന്നു. മെഴുകുതിരി എത്തിച്ച് വെച്ചിട്ടുണ്ട്. ചന്ദനത്തിരി ഉണ്ടോ അത് പൂജ ഉണ്ടെന്ന് തോന്നുന്നു. രാവിലത്തെ നല്ല തണുപ്പാണ്. കൈ വിറയ്ക്കുന്നുണ്ട്. കെട്ടിലുണ്ട്. നാഗറോള ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ്
ഞങ്ങൾ ഇന്നലെ വരുന്ന വഴിക്ക് നമ്മളെ കാട്ടിക്കുളം ഭാഗത്ത് പുലിയെ കണ്ടിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ എനിക്ക് മാനയും കാട്ടുപോത്തിനെയൊക്കെ രാത്രി കാട്ടിൽ വെച്ച് കണ്ടിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയാണ്, രാവിലെ എത്തിയാണ്. മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു കാട്ടിക്കുളം. പിന്നെ പുലിയെ കണ്ടിരുന്നു. കാട്ടിക്കുളത്തിന് കുറച്ച് മുന്നേ റോഡ് സൈഡിൽ പുലി ഉണ്ടായിരുന്നു. വേണ്ട മഹാത്മാഗാന്ധിജിയുടെ പുട്ടുകൊടുക്കും പൂജയിലാണ്. അംബേദ്കറിനാണ് പോയത്. നേരെ അംബേദ്കറിന് മഹാത്മാഗാന്ധിയെ പോലെയാണ് ഡോക്ടർ അംബേദ്കറിനെ ബഹുമാനിക്കുന്നത്. കാരണം ഒരുപാട് ഞാൻ നടക്കണം അംബേദ്കറിൻ്റെ കർണാടക യൂസ് ചെയ്ത്. പിന്നെ ഒരുപാട് സ്കൂളുകളുടെയൊക്കെ പെയിൻറ്റ് നാഷണൽ ഫ്ലാഗിൻ്റെ കളറായതായിരിക്കും തോന്നുന്നു. അതിനൊക്കെ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ കർണാടകയിലായിരുന്നു. നമ്മളെ ഗുണ്ടൽപേട്ട ഭാഗങ്ങളിലും മൈസൂർ ഭാഗങ്ങളിലൊക്കെ വലിയ വലിയ പരിപാടികളാണ് സ്കൂളിലൊക്കെ. ചന്ദനത്തിലേക്ക് കത്തിക്കുന്നു. എല്ലാവരും അക്ഷരമായിട്ട് കാത്തിരിക്കുകയാണ്. വെറും വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. 3, 5, 6, 7, 10, 13, 16, 14, 20, 21, 22, 68, 39, 41 കുട്ടികൾ നിലവിളിപ്പോഴുള്ളൂ സ്കൂളിൽ തന്നെ. ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുട്ടികളാണ്. ഒരു പുക കൊടുത്ത് കാപ്പുക കത്തിച്ച് ചന്ദനത്തിൽ ദൈവത്തിനെ ആരാധിക്കുന്ന പോലെ തോന്നുന്നത്. കൊടിമരത്തിന് അവർ ഈ സമയമായപ്പോഴാണ് കൊടിമരം കൊണ്ടുവച്ചോട്ടോ. അതിന് മുന്നേ കൊടിമരം കൊണ്ടുവച്ചില്ലായിരുന്നു. ടൈമായപ്പോഴാണ് കൊടിമരം കൊണ്ടുവച്ചത്. കോടതിയുടെ സമയപ്രകാരം 9 മണിക്കാണ് നഷ്ടപ്ലാഗർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അറിവ്. കൊടിമരത്തിൻ്റെ പഴത്തിൽ ചന്ദനത്തിൽ കുത്തിവെച്ചു. ടീച്ചർ കുട്ടികൾക്ക് എല്ലാവർക്കും ടീച്ചറെ പൂക്കൾ വിടുന്നു. എല്ലാം തൊട്ട് വിടുവാൻ അഗ്നിയെ തൊട്ട് വിടാൻ വേണ്ടി വിടാൻ വേണ്ടി എല്ലാവരും കൊണ്ടുപോകാൻ പൂജ ചെയ്യുന്നവരാണ് അമ്പലത്തിൽ എല്ലാവർക്കും കൊടുക്കുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും പുകയടിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നു. അതിൻ്റെ ഒരു ആദിവാസി അമ്മ വന്ന് പൂക്കൾ വിടുന്നു. മറ്റേപ്പൊടി ചേർത്ത് ചേട്ടൻ വന്ന് ഉണ്ട്. അവർക്കൊരു വിശ്വാസമാണ് എല്ലാവരുടെ. ഓരോ ജനങ്ങളും വന്നവരത്തിൽ വന്ന നാട്ടിൽ പുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. കേരളത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇത്രയും നമ്മുടെ നാട്ടിൽ കൊടി ചേർത്ത് ജനങ്ങളെ പറയുക പോവുക പരിപാടി ഉണ്ടായി വന്നിട്ടില്ല. നല്ലൊരു കണ്ടൻ്റുള്ള ഉണ്ട്. ഒരു വെറൈറ്റിയാണ്. നമ്മൾ നാട്ടുകാർ വന്നിട്ട് ഓരോരുത്തർ വന്ന് നമുക്ക് പുഷ്പങ്ങൾ കഴിപ്പിച്ച് ടീച്ചർ ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ ഫോട്ടോഗ്രാഫി കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതാണ് നോക്കുന്നത്. കുട്ടികളുടെ എല്ലാ ഫോണിൻ്റെ കാരണം ടീച്ചറിട്ട് പോയി ക്യാമറയായിട്ട് വന്നതാണ്.
ഇതാണ് ചടങ്ങുകൾ. ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറയാം ടീച്ചറോട്. വെള്ള സാരി എടുത്തുകൊണ്ട് തുറന്ന ടീച്ചറാണ്. ഇവിടുത്തെ ക്യാമറമാൻ. ടീച്ചറുടെ പ്രസംഗമാണ്. മനസ്സിലാവില്ല, കന്നഡയാണ്. ഇത് പ്രസംഗമാണ്. നമുക്ക് സമയം വേണ്ട, നമുക്ക് ഓരോ ഇതിലായിട്ട് പോവാം. ഇനി അടുത്ത ചടങ്ങിലേക്ക് അടുത്തതായിട്ട് കാണിക്കാം. എല്ലാ കുട്ടികളും അത് കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരു മാങ്ങാത്തൊരു മനസ്സിലാകത്തൊന്നും ഉണ്ടാതിരിക്കും. പറയുന്ന ഓഗസ്റ്റ് 15-നെ കുറിച്ച്, മഹാത്മാഗാന്ധിയെ കുറിച്ച്, അംബേദ്കറിനെ കുറിച്ചാണ്. ഇതുപോലെ ഭാവി തലമുറയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഉയർത്തി ചേട്ടനെ വിളിച്ച്, ചേട്ടനൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഗണേശ ചേട്ടനെ വിളിച്ച് എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് വിളിച്ച് നിർബന്ധിച്ച് ടീച്ചർ പറഞ്ഞു. കാരണം ഒരു സ്കൂളിലുള്ള ആൾക്കാരല്ലാണ്ട് പുറത്തുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എന്താണ് പറയുക, നാട്ടുകാർക്കും എല്ലാവർക്കും ഉള്ള നമുക്ക് പ്രിഫറൻസാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരാൾക്ക് മാത്രമായിട്ടല്ല, ഒരാൾക്കാർ മാത്രമായിട്ടല്ല, പുറമെയുള്ള ആൾക്കാർ, പാരൻസ്, പിന്നെ നാട്ടുകാർ, എല്ലാവർക്കും പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു ഇതായിട്ടുള്ളതാണ് ടീച്ചർ. അവരോടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു വിദ്യാലയം ഒരു നാടിന് തന്നെ വിളിച്ചു നൽകും. അതേപോലെ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്കൂൾ എന്ന് പറയുന്ന നാട്ടിന് തന്നെ വലിയൊരു ഇതാണ്. കാരണം അവിടുത്തെ ടീച്ചർമാരായാലും സാറുമാരെല്ലാം കുട്ടികളും നാട്ടുകാരായിട്ടും എല്ലാവരുമായിട്ടും നല്ലൊരു മിങ്കിളിങ്ങാണ്. ഇന്നലെ നോട്ട് ചെയ്തിരുന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അവരങ്ങോട്ട് ചർച്ച ചെയ്യുകയും ആണ് സ്കൂള്. ചെറിയ ചാറ്റമുണ്ട്. മിഠായി എടുത്ത് എല്ലാവർക്കും മിഠായി വിതരണം ചെയ്യാനായിട്ട് പോകും. മിഠായി വിതരണം ചെയ്യാനായിട്ട് ആ പ്രിൻസിപ്പളായിരിക്കും ഇപ്പോൾ പ്രസംഗിച്ചത്ര. അംബേദ്കറുടേതും മഹാത്മാഗാന്ധിയുടെയാണ് ഒരു ഫോട്ടോസ് വെച്ചിരിക്കുന്നത്. നമുക്ക് പിന്നെ അതിൻ്റെ മിഠായിയൊക്കെ കൊണ്ടുപോകാം. മിഠായി കണ്ടുപോകണം. മിഠായി എന്താണ്, ഡ്രസ്സോ പൊന്നാട എന്തൊക്കെ സാധനങ്ങളാണ്. സാറെല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം മിഠായി കൊടുക്കുന്നുണ്ട്. ടീച്ചർ വന്ന് ലേറ്റായി. എല്ലാം അടുത്ത ടീച്ചർ അത് സ്വീറ്റ്സാണ്, മിഠായല്ല, സ്വീറ്റ്സാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും ലഡു വിതരണം ചെയ്യാം. കുട്ടികൾക്ക് മിഠായി, ബാക്കിയുള്ളവർക്ക് ലഡുവാണ്. അത് ഓറഞ്ച് ലഡുവാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതൊക്കെ അങ്ങോട്ടുള്ള സംസാരങ്ങളാണ്. നമുക്ക് വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ട. നമുക്ക് കാണാം, ഇനിയുള്ള കാഴ്ചകൾ പുറകെ കാണാം. ടീച്ചർ വന്നു, നമുക്ക് തന്നു ഒരു ലഡു. നമുക്കപ്പം നമുക്ക് ലഡു കഴിക്കാം. നല്ല അടിപൊളി ലഡുവാണല്ലോ. അപ്പം അവരെല്ലാവരും ചർച്ചയിലാണ്. കുട്ടികൾ പിരിച്ചുവിടാനാണോ ക്ലാസ്സിലേക്ക് പറഞ്ഞാലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നോക്കാം. നല്ല പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാലിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടി ആ മഴ പെയ്യുന്നു.
എല്ലാവരും ഇതാക്കി എല്ലാവരും നിൽക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. മഴ വരുന്നു, എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. വേഗം മഴ വന്നിട്ടെന്നൊക്കെ ടീച്ചർ പറയുന്നുണ്ട് കർണാടകയിൽ. എല്ലാവരോടും നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. നാട്ടുകാരും സ്റ്റുഡൻസും എല്ലാവരോടും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സ്കൂളിൻ്റെ പ്രൊമോഷനുള്ള ചടങ്ങുകളായിരിക്കും. എല്ലാം കഴിഞ്ഞു, എല്ലാവരും തിരിച്ച് ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് കുട്ടികളെല്ലാം ലൈനപ്പായിട്ട് പോവുകയാണ് തിരിച്ച്. മഴ വന്ന് ലൈനപ്പാകുമ്പോൾ എല്ലാവരും ഓടി കയറി. മഴയാണ്. അവരൊക്കെ അവിടെ നിൽക്കൊണ്ടൊരു ഫോട്ടോ എടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വാതന്ത്ര്യ ആഘോഷം കഴിഞ്ഞിപ്പോൾ നമ്മളുള്ളത് കർണാടക ബാവലി, മൈസൂർ ഡിസ്ട്രിക്റ്റാണിത്. മൈസൂർ കൊടക് ഡിസ്ട്രിക്റ്റാണെന്ന് തോന്നുന്നു. കൊടക് ഡിസ്ട്രിക്റ്റാണ്ടാണത്. ബാവലിയാണ്. പിന്നെ ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത്. അവിടെ ഒരു വണ്ടി അവിടെ പിടിച്ചിട്ടുണ്ട്. പോലീസ് ചെക്ക് പോസ്റ്റാണ്. ഇത് എക്സൈസാണ്. അതിനപ്പുറം ഞങ്ങൾ ജനറേറ്ററിലേക്ക് പോകുന്നു. ഫോറസ്റ്റ് ആൾ നമുക്ക് അതിലാവുന്നുണ്ട്. എല്ലാം എടുത്ത് നനയാതെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മറ്റെല്ലാവരും ചേർന്ന് നമുക്ക് വണ്ടി പോയി കുട എടുക്കാം അടുത്തതായിട്ട്. ഇത് നമ്മൾ നനയും, പനി പിടിക്കും. ഓൾറെഡി മഴയാണ്, തണുപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിലേക്ക് പോലെ വണ്ടി. റോഡ് മരമാണ്, നമ്മൾ എടുക്കാൻ പോകണ്ട. കാടിൻ്റെ ഇതിൻ്റെ അടുത്ത് കിടക്കുകയാണ്. കാടിൻ്റെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നല്ല തണുപ്പാണ് രാത്രിയൊക്കെ കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പാണ് സത്യം പറഞ്ഞാൽ. ഇത് തുറന്നു വേറെ. അപ്പോൾ മുത്തുമണീസ് ഇതുവരെ നല്ലൊരു ടൈം പോയിട്ടുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയുള്ള കാഴ്ചകൾ വണ്ടിയായിട്ട് പോകുന്ന കാഴ്ചകൾ അടുത്ത വീഡിയോയിലിടാം. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇൻഡിപെൻഡൻ്റ് ഡേ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്, കാരണം ഇന്നാണ് വിഷു പറയേണ്ട ദിവസം. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ ആ സ്കൂളിൽ തകർത്ത് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കാട്ടിലുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടെ കൂട്ടാൻ പറ്റുന്നതിനാന്ന് തോന്നിയാൽ കൂടെ കൂട്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും രാവിലെയാണ് ഒരു ഹാപ്പി മോർണിംഗ്. ഓക്കെ, ഗുഡ് ബൈ.